സാധാരണ വാഹനം ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ച് കമ്പനി വാഹനങ്ങൾ ഉപയോഗിക്കുന്ന സൗദിയിലെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ മെസ്സേജ്. ഈ അടുത്തൊരു സുഹൃത്തിനുണ്ടായ അനുഭവം, അദ്ദേഹം കമ്പനിയുടെ വാഹനം ഉപയോഗിച്ചു. പല ആളുകൾ ഉപയോഗിക്കുന്ന വാഹനമായിരിക്കും, അതുകൊണ്ട് ഇൻഷുറൻസ് ഉണ്ടോ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല, സ്വാഭാവികമാണ്. അങ്ങനെ അദ്ദേഹം ഉപയോഗിച്ചു, വാഹനം അപകടത്തിൽപ്പെട്ടു. മറ്റൊരു വാഹനവുമായിട്ടുള്ള കൂട്ടിയിടി ഉണ്ടായി. നോക്കുമ്പോൾ ഇൻഷുറൻസ് ഇല്ല. ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നടപടിക്രമങ്ങൾ വേറെയാണ്, നമുക്കറിയാലോ. അതിനുശേഷം അദ്ദേഹത്തിന് പല മെസ്സേജുകളും വന്നിരുന്നു. അറബിയിലുള്ള പല മെസ്സേജും വന്നു. മെസ്സേജ് അറബിയിലായതുകൊണ്ട് കൂടുതൽ കാര്യമാക്കിയില്ല. അവസാനം 7,000-ലധികം രൂപ ഇൻഷുറൻസിന് പകരം ഇദ്ദേഹത്തിൽ നിന്നും ഈടാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനവും വന്നു. അതിനിടയിൽ ഒരുപാട് മെസ്സേജുകൾ വന്നിരുന്നു. ആ മെസ്സേജിൽ കോടതിയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുള്ളതായിരുന്നു. കോടതിയിൽ ഒരു സിറ്റിംഗ് ഉണ്ട്, നിങ്ങൾക്ക് ഈ കേസ് സംബന്ധമായിട്ടുള്ള നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനും മറ്റുമുള്ള സിറ്റിംഗ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നിരുന്നത്. പക്ഷേ അദ്ദേഹം ആ അറബി മെസ്സേജ് ആയതുകൊണ്ട് അദ്ദേഹം അത് ശ്രദ്ധിച്ചില്ല. ഒരുപാട് മെസ്സേജുകൾ വന്നിരുന്നു. പക്ഷേ അവസാനം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് 5,000-ലധികം രൂപ നഷ്ടമായി. പിന്നെ അദ്ദേഹത്തിൻ്റെ STCP അക്കൗണ്ടിൽ നിന്നും കുറച്ച് പൈസ നഷ്ടമായി. ഇനിയും അദ്ദേഹം കുറച്ചും കൂടെ പൈസ കൊടുക്കാനുണ്ട്. അതും കൂടെ കൊടുത്താൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ട്രാവൽ ബാൻ അവസാനിക്കുകയുള്ളൂ. ചിലപ്പോൾ അദ്ദേഹം ഈ മെസ്സേജ് ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഹാജരാവുകയാണെങ്കിൽ ചിലപ്പോൾ വല്ല കിഴിവും കിട്ടുമായിരിക്കാം എന്ന് നമുക്ക് ഊഹിക്കാം. നമുക്കത് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെയുള്ള അറബി മെസ്സേജുകൾ വരുമ്പോൾ നമുക്കൊരിക്കലും അവഗണിക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. ചിലപ്പോൾ ഒരു മെസ്സേജ് അവഗണിച്ചതിൻ്റെ പേരിൽ നമുക്ക് 10,000 കണക്കിന് രൂപ നഷ്ടപ്പെട്ടേക്കാം. എല്ലാ പ്രവാസി സുഹൃത്തുക്കളും ഇക്കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് സൗദി വിടണമെന്നുണ്ടെങ്കിൽ, എന്തായാലും ട്രാവൽ ബാൻ തീരണമെന്നുണ്ടെങ്കിൽ 2,000-നടുത്ത് രൂപയും കൂടെ അടയ്ക്കേണ്ടി വരും. ഇതാണ് അവസ്ഥ. 2 കാര്യങ്ങളാണ്. മെസ്സേജ് ശ്രദ്ധിക്കുക, ഇൻഷുറൻസ് ഇല്ലാത്ത ഒരു വാഹനം കൊണ്ടും പുറത്തു പോകാതിരിക്കുക.